കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 2026 ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും 1035 രൂപ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾ 960 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടത്. ഈ ഫീസ് ഓൺലൈനിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ വരുന്ന 27-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ ഈ വരുന്ന 26-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ 5-ാമത്തെ ഓപ്ഷനാണ്. അതിന് മുകളിലുള്ള 5-ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തികരമാണ്. അതിന് മുകളിലുള്ള 4 ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമല്ല എങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് 10-ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ ലഭിച്ചതെങ്കിൽ 10-ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുക. അതിന് മുന്നിലുള്ള ആദ്യത്തെ 9 ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കിട്ടിയ ഓപ്ഷൻ പരിശോധിക്കുക. അത് തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ കോളേജിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കൊക്കെ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് തൃപ്തികരമല്ല എന്നിരിക്കെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതിയൊരു കോളേജ് കിട്ടി, അങ്ങനെ ആ പുതിയ കോളേജിൽ പോയിട്ടായിരിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അല്ലാതെ പിന്നീട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിലേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ ലാസ്റ്റ് ഇൻഡെക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. 2026-27 അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതാണ് പ്രോഗ്രാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ FIUG BA എക്കണോമിക്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ കോളേജിലെയും അതിൻ്റെ ഈ അലോട്ട്മെൻറ്റിലെ ഇൻഡെക്സും നിങ്ങളുടെ ഇൻഡെക്സും വെച്ച് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് പ്രകാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ വരുന്ന 27-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ കോളേജിൽ പോയി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് 26-ാം തീയതിക്കുള്ളിൽ പേ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.